നമ്മൾക്കൊക്കെ വയസ്സാകുമ്പോൾ അവർ നമ്മെ പൊന്നുപോലെ നോക്കിക്കോളും. എന്റെ പൊന്നുമോന് പാട്ട് കേൾക്കാൻ എന്തിട്ടാണെന്ന് അറിയോ? അവന്റെ മുത്തച്ഛനും പണ്ട് പാട്ട് കേൾക്കാൻ നല്ല ഇഷ്ടായിരുന്നു. അവൻ വലുതാവുമ്പോ വലിയൊരു പാട്ടുകാരനാവും. യേശുദാസിനെ പോലെ തീർച്ച. അമ്മയൊന്നും മിണ്ടാതിരുന്നേ. ആ കൊച്ചു പയ്യൻ വളർന്നു വലുതായി. അച്ഛാ, എനിക്ക് പാട്ട് പഠിക്കണം. എന്റെ ഫ്രണ്ട്സ് എല്ലാം പാട്ട് പഠിക്കുന്നുണ്ട് അച്ഛാ. എനിക്കും പാട്ട് പഠിക്കണം, പ്ലീസ് അച്ഛാ. വേണ്ട മോനെ, നീ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. പാട്ടാവുമ്പോൾ നമുക്ക് പിന്നെയും പഠിക്കാലോ. ഇപ്പൊ മോൻ പോയി പഠിച്ചിട്ടോ, വളർന്നിട്ട് ഒരു ഐഎഎസുകാരനാകണ്ടേ? അച്ഛാ, പക്ഷെ എനിക്ക് പാട്ട് എന്റെ ജീവനാണ് അച്ഛാ. ഞാൻ പാട്ട് പഠിച്ചോട്ടെ. വേണ്ട മോനെ, നീ പോയി പഠിക്കേ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അച്ഛാ, എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ചെറിയൊരു എൻജോയ്മെന്റ്. ഓ, അതിനെന്താ? നിനക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എന്റെ അൽമാരയിൽ പേഴ്സ് ഉണ്ട്, പോയി എടുത്തോട്ടോ. മോന്റെ സന്തോഷാണ് ഈ അച്ഛന്റെ സന്തോഷം. ചേട്ടാ, അവനെന്തിനാ കാശ്? അവനിപ്പോ കോളേജിലല്ലേ പഠിക്കുന്നേ. ധാരാളം പഠിക്കാനുണ്ടാവും. നമ്മൾ അവന്റെ സ്ട്രെസ് ഒഴിവാക്കാൻ അവന് സന്തോഷം നൽകണം. കുറച്ച് മാസങ്ങൾക്ക് ശേഷം, അച്ഛാ, എന്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ബൈക്ക് ഉണ്ട്. എനിക്കും വേണ്ട ഒരു ബൈക്ക്. ശരിയാ, അവന് ഫ്രണ്ട്സിന്റെ ഇടയിൽ അതൊരു അഭിമാന പ്രശ്നമായി.